അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമേ ഈ വണ്ടി തനിയെ ഓടുന്നതേ. അന്ന് പാറ്റയെ കീറി മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നീഡിലായിരുന്നത്. നമ്മൾ ഈർക്കിലി ഇങ്ങനെ കെട്ടിവെക്കുന്നത്. ഈർക്കിലി കൈ കൊണ്ട് നമ്മളൊന്ന് കറക്കി കൊടുക്കുക. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 90s കിഡ്സുകളുടെ കുറച്ച് ഓർമ്മപ്പെടുത്തലായിട്ടാണ്. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള 90s കിഡ്സുകൾ അന്ന് ഉണ്ടാക്കിയിരുന്ന ഒരു ചെറിയ കൊച്ചു കളിപ്പാട്ടമുണ്ടേ. അപ്പോൾ ആ കളിപ്പാട്ട വണ്ടി ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുകയാണ്. വേറൊന്നുമല്ല, അതിന് അടപ്പ് വണ്ടി എന്നാണ് ഞങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. വേറെ പേരുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള ആ അടപ്പ് വണ്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം അടപ്പ് വണ്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു 2 ബോട്ടിലിൻ്റെ 2 അടപ്പ് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു മെഴുകുതിരി വേണം, അത് മുറിച്ചത്. പിന്നെ ഒരു ഈർക്കിൽ വേണം. പിന്നെ എന്താണ്, ഒരു റബ്ബർ ബാൻഡും വേണമേ. ഇത്തരം കാര്യങ്ങളാണ് ഈ അടപ്പ് വണ്ടി ഉണ്ടാക്കാൻ വേണ്ടത് കേട്ടോ. അപ്പം ആ ഒരു ഓർമ്മപ്പെടുത്തലേക്ക്, ആ പഴയ കാലത്തേക്ക് നിങ്ങളെ ഒന്ന് തിരിച്ചു കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. എങ്ങനെയാണ് ഈ വണ്ടി ഓടുന്നതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുമേ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ. അതിനാദ്യം ഒരു അടപ്പെടുക്കുക, അതിൻ്റെ സെൻറ്ററിൽ ഹോളിടുക. അതിനുശേഷം രണ്ടാമത്തെ അടുപ്പെടുക്കുക, അതിനും സെൻറ്ററിൽ ഹോളിടുക. അങ്ങനെ 2 അടപ്പും കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കണം. അങ്ങനെയാണ് അടപ്പ് വണ്ടി റെഡിയാകുന്നത്. അത് നമുക്ക് അവസാനം ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് എടുക്കാം. അടുത്തത് അടപ്പ് വണ്ടിക്ക് വേണ്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ ഒരു മെഴുകുതിരിയാണേ. അത് ഫുള്ളൊന്നും വേണ്ട, നമുക്കത് ചെറുതായിട്ടൊന്ന് മുറിക്കണം. അതിന് ബ്ലേഡൊക്കെ എടുത്ത് ഒന്ന് കട്ട് ചെയ്യുവാണേ. അങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ഇത്രയും മതി കേട്ടോ നമുക്ക്. ഇനി അടുത്തതായിട്ട് ഈ മെഴുകുതിരിക്ക് ഹോളിടണം. അതാണ് ഒരു ടാസ്ക്. അപ്പോൾ ഈ മെഴുകുതിരിക്ക് ഹോളിടാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഇതൊരു നീഡിലാണേ. അപ്പോൾ ഈ നീഡിൽ കണ്ടുപരിചയമുള്ളവർ കാണും. ഇത് പണ്ട് +2 സയൻസ് ഒക്കെ എടുത്ത കൂട്ടുകാർക്കറിയാം. അന്ന് പാറ്റയെ കീറി മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നീഡിലായിരുന്നത്. അപ്പം +2 സയൻസ് ഒക്കെ എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് ഹായ് പറഞ്ഞേരെ. അതുപയോഗിച്ച് നമുക്ക് ഈ മെഴുകുതിരിക്ക് ഹോളിടാം. പക്ഷെ നേരിട്ടിങ്ങനെ നമ്മൾ കുത്തി ഇറക്കി കഴിഞ്ഞാൽ ആ മെഴുകുതിരി പീസായി പോവാണ്, പൊട്ടിപ്പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം അങ്ങനെ നോക്കി. ആ ശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ തിരിയെടുത്ത് ഈ നീഡിൽ ചൂടാക്കി ആ തിരിയുടെ മുകളിൽ വെച്ചപ്പോഴത്തേക്കും അത് ഉരുകി ഹോൾ വീണു. ഇനി നമുക്ക് അടുത്ത വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഈർക്കിലിയാണ്. അപ്പോൾ ഒരു ഈർക്കിലി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് മുറിക്കണം. ഈ വീഡിയോ കാണുന്ന പോലെ കുറച്ച് നീളത്തിൽ നമുക്കത് മുറിച്ചെടുക്കാം. അങ്ങനെ ഈർക്കിലി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസും കൂടെ ഈർക്കിലി വേണം, അതും കൂടെ നമുക്കിനി മുറിച്ചെടുക്കാവേ. അതായത് ഈ അടപ്പിന് റബ്ബർ ബാൻഡ് ഇങ്ങനെ താങ്ങി നിർത്താൻ വേണ്ടിയാണേ. അപ്പം അതിനുള്ള ആ സൈസിൽ വേണം നമുക്ക് ഈർക്കിലി മുറിച്ചെടുക്കാനേ. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെറിയ സൈസിൽ ആ ഈർക്കിലി മുറിച്ചെടുക്കണേ. ഇനി അടുത്ത് വേണ്ടത് റബ്ബർ ബാൻഡാണേ. അപ്പോൾ റബ്ബർ ബാൻഡ് എടുക്കുക, അത് ഒന്ന് മുറിക്കുക. അപ്പോൾ അത് നീളത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 2 കുപ്പിയുടെ അടപ്പ്, മെഴുകുതിരി, പിന്നെ ഈർക്കിലി, അതുപോലെ തന്നെ റബ്ബർ ബാൻഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്. ഇനിയാണ് നമുക്ക് വണ്ടിയുടെ പണി തുടങ്ങേണ്ടത്. ഇനി 2 കുപ്പിയുടെ അടപ്പെടുക്കുക. അതിൽ ഒരെണ്ണത്തിൽ കൂടെ ഈ റബ്ബർ ബാൻഡ് തുളച്ചിരിക്കുന്ന ഹോളിൽ കൂടെ കയറ്റി വിടുക. അതിനുശേഷം മറ്റേ കുപ്പിയുടെ അടപ്പ് എടുത്ത് അതിൻ്റെ ഹോളിൽ കൂടെയും കയറ്റി വിടുക റബ്ബർ ബാൻഡ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കുപ്പിയുടെ അടപ്പ് രണ്ടും കൂടെ ചേർന്ന് വരും. നമുക്കൊരു വീലിൻ്റെ ഷേപ്പിലൊക്കെ ആ ബോട്ടിൽ കിട്ടും. അങ്ങനെ റബ്ബർ ബാൻഡിൻ്റെ ഒരറ്റത്ത് ചെറിയ പീസ് ഈർക്കിലി കെട്ടിവെക്കുക, ടൈറ്റാക്കി കെട്ടിവെക്കുക. അതായത് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ആണ് നമ്മൾ ഈർക്കിലി ഇങ്ങനെ കെട്ടിവെക്കുന്നത്. അപ്പം അതങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ആ മെഴുകുതിരി കൂടെ ഈ റബ്ബർ ബാൻഡ് കയറ്റി വിടുക എന്നുള്ളതാണേ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ വലിയ പീസ് ഈർക്കിലി ടൈറ്റ് ചെയ്യുക. റബ്ബർ ബാൻഡ് നല്ല ടൈറ്റായിട്ട് വേണം കെട്ടാൻ, എങ്കിലേ നമ്മുടെ വണ്ടി കറങ്ങത്തുള്ളൂ. അതിനുശേഷം ആ ഈർക്കിലി കൈ കൊണ്ട് നമ്മളൊന്ന് കറക്കി കൊടുക്കുക. ആ റബ്ബർ ബാൻഡ് ചുറ്റി ടൈറ്റ് ആകുന്നോടം വരെ നമ്മൾ കറക്കണം. അതിനുശേഷം നമ്മൾ ഈ വണ്ടി നിലത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമേ ഈ വണ്ടി തനിയെ ഓടുന്നതേ.
അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ആ 90s കിഡ്സിൻ്റെയൊക്കെ ആ കുഞ്ഞ് കളിപ്പാട്ട വണ്ടിയെ, അതായത് അടപ്പ് വണ്ടിയെ. ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര പേരുണ്ടെന്നറിയാലോ. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. അതുവരേക്കും എല്ലാവരോടും ബൈ.